ഹലോ, അസ്സലാമലൈക്കും മക്കളെ. ഇന്നിപ്പോൾ നമുക്കൊരു കോഴിപ്പള പറ കിട്ടി കണ്ടിട്ടോ. അതുകൊണ്ട് ഒന്ന് കൂട്ടുണ്ടാക്കിയാലോ വിചാരിച്ച്. ഒക്കെ മുറിച്ചെടുക്കട്ടെ. ഒക്കെ എടുത്തുകാണ്ട് നമുക്ക് മഞ്ഞപ്പൊടിയും ഇതൊക്കെ ഇട്ടുകാണ്ട് മഞ്ഞപ്പൊടിയും വെള്ളം പാർന്ന് കാണും കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടേക്കണം. അപ്പം അങ്ങനെ ഇട്ടുവെച്ചാൽ പൊയ്ക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നാണ് പൊയ്ക്കോളും, ചത്തയിക്കോളും. അത് പിന്നെ നമുക്ക് നല്ലോണം കഴിക്കാണ്ട് ഉണ്ടാക്കാം. ഈ കാങ്ങുണ്ട് ചിക്കൻ മസാലയും മുളകുപൊടിയും എല്ലാ പൊടികളും ഉണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ചിക്കൻ മസാല അതൊന്ന് ചൂടാക്കിയെടുക്കട്ടെ. ചൂടാക്കിയെടുത്താൽ മക്കളെ ഒരു കളറും കിട്ടിക്കോളും. ചൂടാക്കിയെടുത്താൽ അല്ലെങ്കിലും വേറെ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ അതങ്ങനെയാണ് ഞാൻ ചൂടാക്കുന്നത്. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടി വെച്ചേക്കണം കേട്ടോ മക്കളെ. വെള്ളുള്ളിയും ഇഞ്ചിയും ഒക്കെ വേസ്റ്റാക്കി വെച്ചേക്കണു. കറിവേപ്പിൻ്റെ ഇല ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ തീമക്കട്ടെ കേട്ടോ. തീം വെച്ചുകാണ്ട് വെളിച്ചെണ്ണ വാർന്ന് കൊടുക്കട്ടെ. അപ്പോൾ അത് പൊരിച്ചെടുക്കും ചേച്ചേട്ടാ മക്കളെ. പൊരിച്ചിട്ടാണ് മക്കൾക്ക് ഇഷ്ടം. പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മൾ ചിക്കൻ ഉണ്ടാക്കണ മാതിരി ഉണ്ടാക്കുകയെന്ന്. പൊരിച്ചെടുത്താൽ പിന്നെ അതിനകത്തൊന്നും ഉണ്ടാവില്ല. ചിക്കൻ ഉണ്ടാക്കണ മാതിരി ഉണ്ടാക്കിയല്ലേ മസാലകൾ ഇടുമ്പോൾ നമുക്ക് ചോദിച്ചൊക്കെ കുഴച്ച് തിന്നുണ്ടാവും. അപ്പോൾ അത് വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുക. ചിക്കൻ മസാല എല്ലാം ഇട്ടാൽ നല്ല രസമൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കലൊക്കെ ഉണ്ടാവും ഇങ്ങനത്തത് ഫ്ലവർ കൊണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതായി വാടി കിട്ടട്ടെ. എന്നിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സവാള ഇടുകയാണ് കേട്ടോ. ഒന്നാണ് വാടി കിട്ടിയിട്ട് പിന്നെ തക്കാളി ഇടാം. 2 ദിവസത്തിന് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ മക്കളെ. കാരണം കുറച്ച് സുഖമില്ലായിരുന്നു. ഇപ്പോഴും വലിയ ഭേദമായിട്ടൊന്നും ഇല്ല എന്നാലും. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണാഞ്ഞത്. വീഡിയോ കാണാത്തത് കൊണ്ട് സബ്സ്ക്രൈബൊന്നും ഒഴിവാക്കരുതേ, ലൈക്കൊക്കെ തരുകൊണ്ടിട്ടോ. വീഡിയോ കണ്ടില്ലെങ്കിലും മറന്നു പോവരുതേ. അപ്പോൾ ഉള്ളിയൊക്കെ കുറച്ച് വാടി കിട്ടിക്കണം കേട്ടോ. നീ തക്കാളി കണ്ടിട്ടാൽ തക്കാളി ഇട്ട് കാണുന്ന ഒന്നാണ്ട് വാടി പിന്നെ മസാലകളൊക്കെ ആയിക്കാൻ ചേർത്ത് കൊടുക്കുക. അങ്ങനെ മൂടി വെച്ച് വാടിക്കണം കേട്ടോ. നീ തക്കാളി ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ മക്കളെ തക്കാളി ഇട്ടു കേട്ടോ. ഇനി നല്ലോണം വാടി ഒന്ന് നല്ലോണം സെറ്റാവട്ടെ. സെറ്റായിട്ട് നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ഒന്നാണ് മൂടിയൊക്കെ ഇട്ടെ. അപ്പോൾ മൂടിയൊക്കെ വെച്ച് നല്ലോണം വസർമ വയ്ക്കണം കേട്ടോ. മസാലയൊക്കെ ഇട്ടു നമ്മൾ അത് അതിൽക്കിട്ടു കേട്ടോ. കോഴിപ്പവർ ഇട്ട് വല്ലാതെ വെള്ളം വെക്കണമൊന്നുമില്ല, കുറച്ച് വെള്ളം വെക്കണുള്ളൂ. ഇനി നമുക്കൊന്നുണ്ട് ഇളക്കി ചേർത്ത് ഒന്നാണ് മൂടി വെച്ചാൽ ആ വെള്ളത്തിൽ കിടന്ന് ഒന്ന് നല്ലോണം പസർമാവും. നല്ല രസം ഉണ്ടാവും മക്കളെ. നിങ്ങളൊക്കെ ഉണ്ടാക്കലൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ മക്കളെ നമ്മളിവിടെ നല്ല മഴ വെച്ചിട്ടുണ്ട് കേട്ടോ. സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കണില്ലേ? നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ നല്ല മഴയാണ്. അപ്പോൾ എന്ത് എണ്ണുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. കുറഞ്ഞൊരു വെള്ളത്തിൽ കൊണ്ട് വെച്ചുകാണ്ട് ഇത് എന്തായാലും കുഴച്ച് തിന്നാനൊക്കെ നല്ല രസമാണ്. വല്ലാതെ കറിയില്ലെങ്കിലും. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടാ മക്കളെ നല്ലോണം ബന്ധക്കണം. ഇനി ചപ്പിൻ്റെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ഇട്ട് കൊടുത്ത് ഒന്നുകൊണ്ട് ഇളക്കി കൊടുത്ത് മാങ്ങിയൊക്കെ അപ്പോൾ മക്കളെ അതൊക്കെ റെഡി ആയിട്ടാ. അപ്പോൾ മക്കളെ ഇത് നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ തിന്നണ മാതിരി തന്നെയാണ് കേട്ടോ. അതിന് പേരെന്നെ പതല്ല. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചപ്പോൾ ഇനിയിപ്പോൾ അത് മാത്രമുള്ളല്ലോ. ഇപ്പോൾ ഒരു കൂട്ടാനല്ലേ ഇന്നപ്പോൾ ഒരു മത്തം കണ്ടുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അതും കൂടി ഉണ്ടാക്കുക നമ്മൾ. എന്നാൽ ഇതും കൂട്ടിക്കാണ്ട് നമുക്ക് ചോറുന്നാലാറിനിക്കാണ്ട് ഇപ്പോൾ മത്തം ചെത്തുകയാണ് കേട്ടോ. ഇളയ ഒരു മത്തം കണ്ടാണ് 2 ദിവസം ആയിക്കൊണ്ട് കൊടുന്ന് വെച്ചിട്ട്. അപ്പം ഇനി ഉണ്ടാക്കാൻ ഞാൻ കേട് വരും വിചാരിച്ചിക്കാണ്ട് ഉണ്ടാക്കട്ടെ. വലിയ ഉണ്ടാക്കി നോക്കിയിട്ടാലും ചൂടാവുമ്പോൾ വേണം വന്നോളും. മത്തന് ഉപ്പിട്ട് വെച്ച് തൂമ്പിച്ചാൽ വെളിച്ചെണ്ണയിൽ നല്ല രസമാണ്. അതൊറ്റക്കായാലും നമുക്ക് ചോറ് കഴിച്ചാൽ. അപ്പം ഭീമ വന്നിക്കണുണ്ടെങ്കിൽ മക്കളെ ഞാൻ മാങ്ങ ചെത്ത് വെച്ചിട്ടേ ഓന് മാങ്ങ വലിയ ഇഷ്ടമാണ്. അപ്പോൾ മാങ്ങ ചെത്ത് വെച്ചിട്ട് ഓനൊരു കണ്ടം കൊടുക്കാനോ ചോദിച്ചാണ് എന്നോട് അതിനൊരു കണ്ടം തരുന്നത്. അപ്പോൾ ഞാൻ ചെറിയ കണ്ടെടുത്തും കൊടുത്തു. അപ്പോൾ അത് തിന്ന് നോക്കുക. അപ്പോൾ കുക്കറിലാണ് ഞാൻ തീ വെച്ചിട്ട് മക്കളെ. നല്ലോണം ഉടഞ്ഞ് വന്നേക്കണം. ഇനി നമുക്കൊന്ന് ഉള്ളിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മക്കളെ ഇനി നമ്മൾ ഉള്ളിയിൽ മൂപ്പിച്ചെടുക്കട്ടെ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ അറിഞ്ഞിക്കാണ്ട് മൂപ്പിച്ചെടുത്ത് പാറ്റ ഉള്ളി ഇട്ട് കൊടുത്തു. അപ്പം മക്കളെ എൻ്റെ വീഡിയോ സബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ലൈക്കൊക്കെ തരണം കേട്ടോ. ചെയ്യണം മറക്കരുതേ. ഉള്ളിയൊക്കെ മൂത്ത് വന്നോക്കണം കേട്ടോ. ഇനി നമ്മളതിലേക്ക് പാറ്റ.
ഇനി ഇതാണ് കൂട്ടി ചോറുന്നാൽ എന്താ രസം അറിയാം. നമ്മളെ മറ്റേ ഫ്ലവറും മത്തനും ഒക്കെ പാടെ കൂട്ടി കഴിക്കും. പിന്നെ ഒരു ഇറച്ചി മീനൊന്നും വേണ്ട. ഞാൻ പറയാം ഇറച്ചി മീൻ കിട്ടിയില്ല കേട്ടോ, പിന്നെ മാണ്ടാക്കല്ലാത്താട്ടണു അറിയിട്ടാ. ഇനിയിപ്പം ഇന്ന് കൂട്ടാതെ തന്നെ, വേറെ ഒത്തുമില്ല. അപ്പം മക്കളെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്ബൊക്കെ തരിട്ടാ. കാണാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയി പിന്നെ വരാം ഇൻഷാ അല്ലാഹ്.